മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെയും രാജ്യത്തെയും ഒരുപോലെ ഞെട്ടിച്ച ആ വിമാനാപകടത്തിന്റെ നടുക്കം ഇനിയും വിട്ടുമാറുന്നില്ല. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രിയും 4 മനുഷ്യജീവനുകളും എരിഞ്ഞടങ്ങിയപ്പോൾ അവശേഷിക്കുന്നത് ചില ഫോൺ കോളുകളും തീരാത്ത കണ്ണീരും മാത്രമാണ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുമ്പോഴും വിമാനാപകടത്തിന്റെ പുതിയ വിവരങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അജിത് പവാർ സഞ്ചരിച്ച ചെറുവിമാനം ബാരാമതി എയർ സ്ട്രിപ്പിൽ ലാൻഡ് ചെയ്യുമ്പോൾ പൈലറ്റുമാർക്കും ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റാഫുകൾക്കും ഇടയിൽ ആശയക്കുഴപ്പം ഉടലെടുത്തു എന്നാണ് പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയിൽ ദൃശ്യപരിധി കുറഞ്ഞതിനെ തുടർന്ന് വിമാനം ആദ്യം ലാൻഡ് ചെയ്യുന്നത് പരാജയപ്പെട്ടു. 2ാം തവണ ലാൻഡിങ്ങിന് ശ്രമിച്ചപ്പോഴായിരുന്നു അപകടം ഉണ്ടാകുന്നത്. വിമാനം ആദ്യമായി ബാരാമതി വിമാനത്താവളവുമായി ബന്ധപ്പെടുമ്പോൾ 30 നോട്ടിക്കൽ മൈൽ അകലെയാണ് ലാൻഡിംഗ് അനുമതി നൽകിയത്. ഉപകരണങ്ങൾക്ക് പകരം കാഴ്ചയെ ആശ്രയിച്ച് ലാൻഡ് ചെയ്യാനായിരുന്നു നിർദ്ദേശം. തുടർന്ന് പൈലറ്റുമാർ കാലാവസ്ഥ വിവരങ്ങൾ തിരക്കിയപ്പോൾ കാറ്റിന്റെ പ്രശ്നമില്ല എന്നും 3000 മീറ്റർ കാഴ്ചയുണ്ടെന്നും അറിയിക്കുകയായിരുന്നു. എന്നാൽ ലാൻഡിംഗ് ശ്രമത്തിനിടെ റൺവേ കാണാനാകുന്നില്ല എന്ന് പൈലറ്റുമാർ അറിയിച്ചു. തുടർന്ന് ആദ്യ ലാൻഡിംഗ് ശ്രമം ഉപേക്ഷിച്ച് വീണ്ടും കറങ്ങി വരാൻ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് 2ാമതും ലാൻഡിംഗിന് ശ്രമം നടത്തി. പിന്നീട് 8:45 പൈലറ്റുമാർ റൺവേയുമായുള്ള ദൃശ്യസമ്പർക്കം സ്ഥിരീകരിക്കുകയും തുടർന്ന് ലാൻഡിംഗ് ക്ലിയറൻസ് ലഭിക്കുകയും ചെയ്തു. എന്നാൽ അതിന് മറുപടി ലഭിച്ചില്ല. തൊട്ടടുത്ത നിമിഷം റൺവേയിൽ തീജ്വാലകൾ ഉയരുന്നതായിട്ടാണ് ATCയിൽ നിന്നും കണ്ടത്. ഓഷ് എന്ന വാക്കാണ് പൈലറ്റുമാരിൽ നിന്നും അവസാനമായി കേട്ടത്. ബാരാമതി പൂർണ്ണതോതിലുള്ള എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനമില്ലാത്ത വിമാനത്താവളമായതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് വിവരങ്ങൾ അവിടെയുള്ള പൈലറ്റ് സ്കൂളിലെ പരിശീലകരാണ് നൽകിയത്. അതേസമയം അജിത് പവാർ സഞ്ചരിച്ച വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ്, ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ, കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡർ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്. പൈലറ്റിന്റെ ഭാഗത്തു നിന്നും മെയ് ഡേ വിളിയുണ്ടായില്ല എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പൈലറ്റ് മെയ് ഡേ എന്ന് പറയുമ്പോൾ അവർ ജീവന് ഭീഷണിയായ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ്. അടിയന്തര സഹായം ആവശ്യമാണെന്നാണ് ഇതിനർത്ഥം. പ്രതികൂല കാലാവസ്ഥ മൂലമുള്ള അടിയന്തര സാഹചര്യം, യന്ത്രത്തകരാർ, സാങ്കേതിക പ്രശ്നങ്ങൾ, മെഡിക്കൽ എമർജൻസി തുടങ്ങിയ ഘട്ടങ്ങളിലാണ് പൈലറ്റുമാർ മെയ് ഡേ കോൾ ചെയ്യുക. എന്നാൽ അജിത് പവാർ കൊല്ലപ്പെടാനിടയായ വിമാനാപകടത്തിനിടെ പൈലറ്റുമാർ മെയ് ഡേ എന്ന് വിളിച്ചില്ല എന്നാണ് കണ്ടെത്തൽ. ബുധനാഴ്ച രാവിലെയായിരുന്നു ബാരാമതിയിലുണ്ടായ വിമാനാപകടത്തിൽ അജിത് പവാർ കൊല്ലപ്പെടുന്നത്. അജിത് പവാറിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ വിദീപ് ജാദവ്, പൈലറ്റുമാരായ സുമിത് കപൂർ, സാംഭവി പഥക്, ഫ്ലൈറ്റ് അസിസ്റ്റന്റ് പിങ്കി മാലി എന്നിവരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. ഇവരുടെ എല്ലാം മരണം സ്ഥിരീകരിച്ചു. രാവിലെ 8 മണിയോടെ മുംബൈയിൽ നിന്നും പുറപ്പെട്ട ലിയർ ജെറ്റ് 45 എന്ന വിമാനം ബാരാമതിയിലെ എയർ സ്ട്രിപ്പിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കവേ തെന്നിമാറി കത്തിയമരുകയായിരുന്നു. ബാരാമതിയിൽ NCPയുടെ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള യാത്രയിലായിരുന്നു അജിത് പവാർ. 4 റാലികളിലായിരുന്നു അജിത് പവാർ പങ്കെടുക്കേണ്ടിയിരുന്നത്. അജിത് പവാറിന്റെ സംസ്കാരം ജന്മനാടായ ബാരാമതിയിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടെയായിരുന്നു നടന്നത്.